Hello guys, നമസ്കാരം. ഞാൻ സുമേഷ്. സുmusvlog പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ക്ലയൻറ്റും അതിലുപരി എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ദിനേശ് ശങ്കറിന് വേണ്ടിയിട്ട് ഞാൻ നിർമ്മിച്ച വീട് പണികളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വീട്ടിലുള്ള വർക്കുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു ഹോം ടൂർ തന്നെ നടത്തി കളയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ആലുവ കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 10 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. അതിൽ 1360 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. പിന്നെ കാർ പോർച്ചൊക്കെ അഡീഷണലായിട്ട് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിനോട് ചേർന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിന് ചുറ്റും ഒരു പ്രദക്ഷിണം ആദ്യം തന്നെ നടത്താം. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കിണർ വന്നിട്ടുണ്ട്. കിണർ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്നതാണ്. അത് നമ്മളൊന്നുകൂടി ഹൈറ്റൊക്കെ കൂട്ടി റെഡിയാക്കി എടുത്തു. ഈ കാണുന്ന നമ്മുടെ ഗ്യാസ് ക്യാബിൻ, ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്ന ഒരു 5 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സേഫ്റ്റി ഉണ്ടോ, അതുണ്ടോ, മഴ തന്നെ ഇല്ല എന്നൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. എന്തായാലും ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു വാഷിംഗ് മെഷീനും അയൺ ബോക്സൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന് പുറത്ത് തന്നെ ചെയ്തിരിക്കുകയാണത്. അത്യാവശ്യം സ്റ്റോറേജും ഉണ്ട്. ഇതും സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് റൂം കൂടി വേറെ ഉണ്ട്. സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ വയ്ക്കാനായിട്ടൊരു സ്റ്റോറേജ് റൂമുണ്ട്. ഇനി നമുക്ക് നേരെ അപ്പുറത്തെ സൈഡിൽ ഇത് കാർ പോർച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇതാണ് നമ്മുടെ കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രം. ഒറ്റ മതിലാണ് അപ്പുറപ്പുറമായിട്ട്. അപ്പോൾ അങ്ങനെ നേരെ വരുവാണെങ്കിൽ ഇവിടെ ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുള്ള സ്റ്റെയർ ആണ് മുകളിലേക്കുള്ളത്. അതിൻ്റെ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. നല്ലൊരു ആലുണ്ട്, അടിപൊളി ആലാണ്. പിന്നെ നമുക്ക് കറങ്ങി ഫ്രണ്ടിലേക്ക് വരും. ഇത് ബ്ലാക്ക് സ്റ്റോൺ ആണ്, നാച്ചുറൽ സ്റ്റോൺസ് ആണ് ഇത്. അതേപോലെ വുഡൻ കളറുള്ള നാച്ചുറൽ സ്റ്റോൺ തന്നെയാണത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അപ്പോൾ ഇത് ഫ്രണ്ട് കട്ട്ള ഫുൾ ഭിത്തിക്കനത്തിൽ തേക്കിൻ്റെ കട്ട്ള തന്നെയാണ്. അതേപോലെ തേക്കിൻ്റെ ഡോറാണ്. അപ്പോൾ ഇത് ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയയിൽ ഇപ്പോൾ ഫർണിച്ചേഴ്സൊന്നും അധികം ഇട്ടിട്ടില്ല, ജസ്റ്റ് ആവുന്നുള്ളൂ. ഒരു ഷോക്കേസ് ഉണ്ട്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിൽ TV യൂണിറ്റ് ഉണ്ട്. അതുമാതിരി തന്നെ വാഷ് ബേസിൻ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് എക്സോസ്റ്റ് ഫാൻ എല്ലാ മുറികളിലും വെച്ചിട്ടുണ്ട്. ഹോളിലും വെച്ചിട്ടുണ്ട്. AC പകരമായിട്ട് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഉള്ളതാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്ന ടൈപ്പ് എക്സോസ്റ്റ് ഫാനാണ്. അതാണ് ആ വയർ തൂങ്ങി കിടക്കുന്നത്. ഇത് ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് വാർഡ്രോബ്സ് ആണ്. 3 ഡോറിൻ്റെ വാർഡ്രോബ്സും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ആണ് വന്നിരിക്കുന്നത്. അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തേക്കുന്നതെല്ലാം. കോസ്റ്റ് എഫക്റ്റീവാണ്, ഡ്യൂറബിലിറ്റി ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞത് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെ എനിക്ക് തോന്നുന്നു. ഇത് സീലിംഗ് ലൈറ്റ് വാം, വൈറ്റ്, ന്യൂട്രൽ അങ്ങനെ മാറി കത്തുന്ന ടൈപ്പ്. ഓഫാക്കി ഓണാക്കുമ്പോഴത്തേക്ക് അങ്ങനെ മാറി കത്തുന്ന ടൈപ്പ് ലൈറ്റാണ്. അതുമാതിരി തന്നെ BLDC ഫാനുകളാണ് ആറ്റംബർഗിൻ്റെ. അപ്പോൾ കറണ്ട് നല്ല ചാർജ് കുറവുണ്ടാവും. അതുകൂടാണ്ട് റിമോട്ടിലാണ് എല്ലാം വർക്ക്. ടോയ്ലറ്റ്സൊക്കെ നോർമൽ ടൈപ്പ് ടോയ്ലറ്റ്സ് ആണെങ്കിലും ഇതിലൊരു വ്യത്യാസമുണ്ട്. ഈ ക്ലോസറ്റ് വരുന്നത് ഇൻഡോ യൂറോപ്യൻ ക്ലോസറ്റാണ്. അതായത് ഇന്ത്യൻ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, യൂറോപ്യൻ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടോയ്ലറ്റാണത്. വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാത്തിലും വച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നോർമൽ സെറ്റപ്പ് തന്നെയാണ്. വേറെ പ്രത്യേകതകൾ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ഇത് കുട്ടികളുടെ റൂമാണ്. മറ്റു റൂമുകളെ അപേക്ഷിച്ച് ഇത്തിരി ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം തന്നെയാണ്. എല്ലാ റൂമിലും ഈ പറഞ്ഞ എക്സോസ്റ്റും ആ ലൈറ്റ് 3 വേ ലൈറ്റ്സൊക്കെയാണ്. ഇതൊരു വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ടേബിളാണ്. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളായിട്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. എല്ലാം അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ്. ടോയ്ലറ്റ് അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് എല്ലാം ഇതേമാതിരി തന്നെയുള്ള സൗകര്യങ്ങളുള്ള ടോയ്ലറ്റ് തന്നെയാണ്. ഇതിൻ്റെ അകത്തും ആ ടൈപ്പ് ഇൻഡോ യൂറോപ്യൻ ക്ലോസ്റ്റാണ്. ഇത് ലിവിങ്ങിൽ വന്നേക്കുന്ന ഇൻവെർട്ടർ ബോക്സാണ്. അത് ലിവിങ് ഏരിയ തന്നെയാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് നേരെ പൂജാമുറിയിലേക്ക് പോകാം. നേരെ പൂജാമുറി ഒരു സെപ്പറേറ്റ് റൂമായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതാണ് അപ്പോൾ പൂജാമുറി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെൻറ്റിലേഷൻ ഉണ്ട്. വെൻറ്റിലേഷന് ഒരു ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷൻ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. അച്ഛനും അമ്മയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ടോയ്ലറ്റിൽ നോർമൽ ടൈപ്പ് ക്ലോസറ്റ് തന്നെയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ. വാട്ടർ ഹീറ്ററൊക്കെ എല്ലാ മുറിയിലും വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. കിച്ചൺ നോർമൽ കിച്ചൺ തന്നെയാണ്. നമ്മൾ ചിമ്മിണി വെച്ചിട്ടുള്ള എക്സോസ്റ്റ് ഫാനാണ് വെച്ചിരിക്കുന്നത്.
അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. നോർമൽ സ്റ്റവ്, ചെറിയ കിച്ചണാണ്, നല്ല ഭംഗിയുള്ള ഒരു കിച്ചണാണിത്. കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ വന്നിട്ടുണ്ട്. വർക്ക് ഏരിയയിലൊരു സിങ്ക് ഉണ്ട്, കൂടാണ്ട് ഒരു പുകയില്ലാത്ത അടുപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.